ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് പ്ലേലിസ്റ്റിൽ ഒരു സെറ്റിംഗ് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ചാനലിന് ഒട്ടേറെ ദോഷങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഈ സെറ്റിംഗ്സ് കറക്റ്റായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം കൂട്ടാൻ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സെറ്റിംഗ് ശരിയായ രീതിയിൽ കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മളിൽ പലരും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പല ടൈപ്പിലാണ്. ചിലർ അവരുടെ ചാനലിൽ ഒറ്റ പ്ലേലിസ്റ്റ് മാത്രമെല്ലാം ക്രിയേറ്റ് ചെയ്യും. എന്നാൽ മറ്റു ചിലർ അവർ കുറേ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യും. അതിനാൽ തന്നെ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടന്റിനനുസരിച്ച് അവരുടെ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നമ്മൾ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാ ടൈപ്പിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം വ്യത്യസ്തമായ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് പ്ലേലിസ്റ്റിൽ നമ്മൾ വരുത്തേണ്ട മാറ്റം എന്താണ് എന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് അതിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. എന്നാൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇത് നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്രമത്തിലായിരിക്കില്ല കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു വ്യൂവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ അവർ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ വീഡിയോസ് എല്ലാം ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഡേറ്റ് ക്രമത്തിലെല്ലാം വരുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ നമ്മുടെ ചാനലിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ പോകുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് എല്ലാം നമുക്ക് താഴേക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് ആദ്യത്തെ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് എഡിറ്റ് എന്ന ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ 3 ഡോട്ട് ലഭിക്കും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നമ്മൾ പ്ലേലിസ്റ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ രണ്ടാമതായി വന്നിരിക്കുന്ന ഓപ്ഷൻ ആഡ് ന്യൂ വീഡിയോസ് ടു ടോപ്പ് ഓഫ് പ്ലേലിസ്റ്റ് എന്ന് കാണാം, ഇത് ഓൺ ചെയ്യുക. ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റിന് മാത്രമാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്ക് ചെയ്ത് നമ്മുടെ എല്ലാ പ്ലേലിസ്റ്റിനും ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സോർട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ആഡഡ് ന്യൂവസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ് പബ്ലിഷ്ഡ് ന്യൂവസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതുതായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആയിരിക്കും മുകളിൽ വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, നിങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായി നിങ്ങളുടെ വ്യൂവേഴ്സിന് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ അപ്ഡേറ്റഡ് ആയ ഒരു പ്ലേലിസ്റ്റ്, അതായത് നിങ്ങൾ പുതുതായി എന്താണ് ഓരോ പ്ലേലിസ്റ്റിലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യൂവേഴ്സിന് മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.